ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡും വെള്ളക്കടലയൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ചേരുവകളൊന്നും വേണ്ട, സിമ്പിളായിട്ടുള്ളൊരു ഹെൽത്തി സാൻഡ്വിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ആദ്യം കുറച്ച് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളക്കടലയാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ കറി വെക്കുന്ന വെള്ളക്കടല കുറച്ച് കൂടുതൽ സമയം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ കടല വേവിക്കുന്ന സമയത്ത് നല്ലോണം വെന്തിട്ടുണ്ടാവണം, എന്നാൽ മാത്രമായിട്ട് നന്നായിട്ടങ്ങ് ഉടച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാളയുടെ ഒരു പകുതി പീസ് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. കൂടുതൽ വേണ്ട കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കുക്കുംബർ ഇതുപോലെ എല്ലാം ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഒരു ഇത്തിരി ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു ഇത്തിരി തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കുറച്ച് ഇട്ട് കൊടുക്കുക. എരിവിന് വേണ്ട മുളക് ഒരു പച്ചമുളകൊക്കെ മതിയാവും കേട്ടോ. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ കടല വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ ഒരു ചെറിയ പീസ് അതുകൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഒലിവ് ഓയിൽ കയ്യിലുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുക്കുക, കൂടുതലൊന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിങ്ങനെ തന്നെ വെറുതെ ഇങ്ങനെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ തൈര് തീരെ പറ്റാത്തവർക്ക് വേണമെങ്കിൽ മയണൈസൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന റെസിപ്പി മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ടൊമാറ്റോ സോസ് വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഐറ്റം റെഡി ആയിട്ടോ. ഇതൊരു സൈഡിൽ വെക്കാം. അടുത്തതിന് കുറച്ച് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബട്ടർ കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അതിലങ്ങ് ചൂടാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ നെയ്യോ ഓയിലോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ബട്ടർ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 2 ഭാഗം നല്ല മുരിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ബട്ടർ ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും ഇതുപോലെ നന്നായിട്ട് മുരിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഒരു ചെറിയ പീസ് ലെറ്റ്യൂസിൻ്റെ ലീഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഒരു കടലയുടെ കൂട്ട് 2-3 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു 3 സാൻഡ്വിച്ചിലേക്കുള്ള അളവ് ഉണ്ടാവും കേട്ടോ. അതിനുശേഷം നമ്മൾ അടുത്ത പീസ് ബ്രെഡ് വെച്ചിട്ട് ഇത് കവർ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്ര തന്നെയുള്ള പരിപാടി. വളരെ സിമ്പിൾ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് അത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ആ ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ. ബ്രെഡ് നല്ല ക്രിസ്പി ആയിരിക്കുന്ന സമയത്ത് കഴിക്കണം, നല്ല ടേസ്റ്റ് തന്നെയാണ്. എപ്പോഴും നമ്മൾ ചിക്കനും മയണൈസും കാര്യങ്ങളൊക്കെ ഇട്ട് ബ്രെഡ് സാൻഡ്വിച്ച് നമ്മളും കുറച്ച് റെസിപ്പീസൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഹെൽത്തി ആയിട്ട് ഇതുപോലത്തെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പിന്നെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്